അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. സ്നേഹമുള്ള സഹോദരങ്ങളെ, 43-ാം അധ്യായം സൂറത്തു സുഖ്റൂഫ് ആരംഭിക്കുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിലെ ആദ്യത്തെ 5 ആയത്തുകൾ നമുക്ക് അർത്ഥവും അതിൻ്റെ പദാനുപദാർത്ഥവും മൊത്തത്തിലുള്ള ഒരാശയവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 5 ആയത്തുകളുടെ പാരായണം ശ്രദ്ധിക്കുകയും ആവർത്തിച്ച് പാരായണം ചെയ്ത് പരിശീലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ തന്നെ ഉണർത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم والكتاب المبين. إنا جعلناه قرآنا عربيا لعلكم تعقلون. وإنه في أم الكتاب لدينا لعلي حكيم. أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. നമുക്ക് ഈ 5 ആയത്തുകളുടെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. സഹോദരന്മാരെ, ഒന്നാമത്തെ ആയത്ത് ഹാ മീം. നമ്മൾ കഴിഞ്ഞ സൂറത്തും 42-ാം സൂറത്ത് ശൂറയും ഇതേപോലെ തന്നെയാണ് ഹാമ് മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വിശദമായിട്ട് അത് സംബന്ധിച്ച ചർച്ച നമ്മൾ അവിടെ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും കൂടുതൽ വ്യക്തത വേണം എന്ന് തോന്നുന്നുവെങ്കിൽ കഴിഞ്ഞ സൂറത്ത് ശൂറയിലെ ആദ്യ ആയത്തിൻ്റെ വിശദീകരണം എടുത്ത് നോക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഹാ മീം അറബി ഭാഷയിലെ 2 കേവലാക്ഷരങ്ങൾ. ഇത് ഓതുമ്പം ഹാ 2 ഹർക്കത്തിൻ്റെ കതിറും, അതായത് സാധാരണ ദീർഘം, മീം 6 ഹർക്കത്തിൻ്റെ കതിറും അത് ഓതേണ്ടതാണ്. അപ്പോൾ ഹാ ചെറിയ നീട്ടലും മീം വലിയ ദീർഘവുമാണ്. അങ്ങനെ തന്നെ ഓതണം. ഉദാഹരണം ഹാമീം വൽ കിതാബിൽ മുബീൻ. വൽ കിതാബി വേദഗ്രന്ഥം തന്നെയാണ് സത്യം. അൽ മുബീൻ വിശദമാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന വേദഗ്രന്ഥം തന്നെയാകുന്നു സത്യം. അല്ലെങ്കിൽ സ്പഷ്ടമായ, മുബീൻ അങ്ങനെ നമുക്ക് അർത്ഥം പറയാം, സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം.
കാര്യങ്ങൾ പറയുകയാണ്, പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, ഈ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് ഈ ആയത്തിൽ പറയുന്നത് അത് മുബീനാണെന്ന്. മുബീൻ എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായ, വ്യക്തമാക്കുന്ന, വിശദമാക്കുന്ന, വെളിവാക്കുന്ന എന്നൊക്കെ നമുക്ക് ആ വാക്കിന് അർത്ഥം പറയാം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുബീനാണ്. ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ ഒരു മുബീനാണ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും എന്താണ് എന്ന് വേർതിരിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നത് എന്നർത്ഥം. അല്ലദി അബാന ത്വരീഖൽ ഹുദ മിൻ ത്വരീഖിൽ ളലാല എന്ന് കാണാം ചില തഫ്സീറുകളിൽ. അതായത് സത്യത്തിൻ്റെ പാതയെ അസത്യത്തിൻ്റെ പാതയിൽ നിന്ന് വേർതിരിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നത്, വിശദമാക്കി കൊടുക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ ഫുർഖാനാണ് എന്ന് പറയാറുണ്ടല്ലോ. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നതാണ്. അത് തന്നെ ഇവിടെ ഉദ്ദേശം. അപ്പോൾ ഈ മുബീൻ, സത്യമേത് അസത്യമേത്, നല്ലതേത് മോശപ്പെട്ടതേത്, സ്വർഗത്തിലേക്കുള്ള വഴിയേത് നരകത്തിലേക്കുള്ള വഴിയേത്, ധർമ്മമേത് അധർമ്മമേത് എന്ന് തുടങ്ങി നന്മയുടെ ഭാഗങ്ങളൊക്കെയും അതുപോലെ തിന്മയുടെ ഭാഗങ്ങളൊക്കെയും രണ്ടും വേർതിരിച്ച് വ്യക്തമാക്കി വിശദമാക്കി കാണിച്ചു കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന, സ്പഷ്ടമാക്കി കൊടുക്കുന്ന ഗ്രന്ഥം അതാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ തന്നെ സത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താണ്, ആ വിഷയം എന്താണെന്നുള്ളത് അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. തീർച്ചയായും നാം, ജഅൽനാഹു ഇതിനെ ആക്കിയിരിക്കുന്നു, ഖുർആനൻ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാക്കിയിരിക്കുന്നു, അഥവാ ഖുർആനാക്കിയിരിക്കുന്നു. അറബിയൻ അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിരിക്കുന്നു നാം ഈ വേദഗ്രന്ഥത്തെ. ലഅല്ലക്കും നിങ്ങളാവുന്നതിന് വേണ്ടി, തഅഖിലൂൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആനെ അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാക്കിയിരിക്കുന്നു നാം. ഇത് അള്ളാഹു ഈ ഖുർആനിൻ്റെ പേരിൽ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ ഖുർആൻ മുബീനായ സ്പഷ്ടമായ ഈ വിശുദ്ധ ഖുർആൻ തന്നെ സത്യം. ഇത് അറബി ഭാഷയിലുള്ള ഒരു പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാക്കി വച്ചിരിക്കുന്നു, അതും നിങ്ങൾക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ പറയുന്നത്? ഈ വിശുദ്ധ ഖുർആൻ അതിനെ അറബി ഭാഷയിൽ പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാക്കി വെച്ചിരിക്കുന്നു നാം. എന്തിനു വേണ്ടി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ ചിന്തിക്കുന്നത് എന്തിനാ? കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ലെങ്കിലോ പിന്നെന്താ ചിന്തിച്ചിട്ട് കാര്യം? പിന്നെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഉറ്റാലോചിച്ച് ഗവേഷണം ചെയ്ത് വീണ്ടും പരിചിന്തനം ചെയ്ത് ഇതൊക്കെ വരുമ്പം ഇതിൽ നിന്ന് വല്ല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയെങ്കിലല്ലേ അതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കാര്യങ്ങൾ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ ഈ വാക്കിന് ഇമാം റാസിയെ പോലെയുള്ള റഹിമഹുല്ല പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുന്നു, ഈ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് ഖുർആനെ പറ്റി പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് അന്നൽ ഖുർആന മഅലൂമുൻ വലൈസ ഫീഹി ശൈഉൻ മുബ്ഹമുൻ മജ്ഹൂൽ എന്നാണ്. ഖുർആനിലുള്ള എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാകുന്നു. അവയിൽ മനസ്സിലാക്കാൻ കഴിയാത്തതായതോ അവ്യക്തമായതോ ആയിട്ടുള്ള ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല എന്ന് പറയുന്നു. ഇത് പറയാൻ കാരണം, ഖുർആൻ പഠിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പം ഖുർആനൊന്നും നമുക്ക് മനസ്സിലാവൂല. ഖുർആനൊന്നും സാധാരണക്കാരായ ആൾക്കാർക്ക് പഠിക്കാൻ കഴിയില്ല. അതൊക്കെ വലിയ വലിയ മുഹഖിഖുകൾക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. വലിയ ഗവേഷണപ്പെടുക്കളായ മുജ്തഹിദുകളെപ്പോലെയുള്ള ഉന്നതമായ ശ്രേണിയിലെത്തിയിട്ടുള്ള പണ്ഡിത പടുക്കൾക്ക് മാത്രമേ
വിശുദ്ധ ഖുർആനൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ, സാധാരണ മനുഷ്യന്മാർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആനിന് ലാഹിറും ബാത്തിനുമായ പല അർത്ഥങ്ങളുമുണ്ട്. ലാഹിറായത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ബാത്തിനായി കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് അതൊക്കെ വലിയ ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് പുറത്തുള്ള ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ നിന്ന് സമൂഹത്തെ അകറ്റുന്ന എത്രയോ ആൾക്കാർ ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ശരിയല്ല എന്നാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. ഇത് ഈ ലഅല്ലക്കും തഅഖിലൂൻ എന്ന ഈ 43-ാം അധ്യായമായ സൂറത്തു സുഖ്റുഫിലെ 3-ാമത്തെ ആയത്ത് അവസാനിക്കുന്ന ലഅല്ലക്കും തഅഖിലൂൻ എന്ന ഭാഗം വെച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത് ഖുർആനിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ കഴിയാത്തതോ അവ്യക്തമായതോ ഗോപ്യമായ അർത്ഥമുള്ളതോ ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല എന്നാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. അതായത് ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയും. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതാ പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി എന്ന് പറഞ്ഞത്. ഉത്ബോധനം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽമിൻ മുദ്ദക്കിർ, ചിന്തിക്കാനും ഉത്ബോധനം സ്വീകരിക്കാനും ആരെങ്കിലും ഉണ്ടോ? ഇതല്ല ചോദിക്കുന്നത്. ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഉത്ബോധനം ഉൾക്കൊള്ളാൻ ഈ വിശുദ്ധ ഖുർആൻ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധ ഖുർആൻ എളുപ്പമാക്കിയെന്ന് അല്ല പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ് ഞെരുക്കാക്കിയാണ്, അത് വലിയ പ്രയാസമുള്ളതാക്കിയിരിക്കുകയാണ് എന്ന് പണ്ഡിതന്മാർ പറയും. കുറേ ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചിലർ. അതിനവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ഖുർആനിലേക്ക് എത്തിയാൽ, ഖുർആൻ പഠിച്ചാൽ പലപ്പോഴും അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അബദ്ധജടിലമായ വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ പിന്നാക്കം പോകും. അതവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അവരുടേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് അപകടം വരുത്തും. അപ്പോൾ സാധാരണക്കാരെ എപ്പോഴും അറിവില്ലാത്ത അവസ്ഥയിൽ മാറ്റി നിർത്തണം, അവരെ വിവരം കെട്ടവരാക്കി നിർത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് വളരെ പ്രസക്തമായ ഒരു വചനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇമാം റാസി റഹിമഹുല്ല പറയുന്നത്. അതൊന്ന് പറഞ്ഞു ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാക്കിയിരിക്കുന്നു നാം. തുടർന്ന് അള്ളാഹു പറയാണ്, വഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈനാ ലഅലിയ്യുൻ ഹകീം. വഇന്നഹു, തീർച്ചയായും ഇത്, ഫീ ഉമ്മിൽ കിതാബി, മൂലഗ്രന്ഥത്തിലാകുന്നു. ഉമ്മുൽ കിതാബ് പറഞ്ഞാൽ മൂലഗ്രന്ഥം. ഉമ്മ എന്ന് പറഞ്ഞാൽ മാതാവ്, തള്ള, അതാണ് അതിൻ്റെ അർത്ഥം. ഉമ്മ മാതാവ്, കിതാബ് പറഞ്ഞാൽ ഗ്രന്ഥം. അപ്പോൾ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിൻ്റെ മാതാവ് എന്നാണ്. മാതൃഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെ മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെ തള്ള എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അസ്ല്, അടിസ്ഥാനം. ഈ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി മറ്റൊരിടത്തുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. വഇന്നഹു, ഈ വിശുദ്ധ ഖുർആൻ, ഫീ ഉമ്മിൽ കിതാബി, ഉമ്മുൽ കിതാബിൽ, മൂലഗ്രന്ഥത്തിലുള്ളതാകുന്നു. ലദൈന, നമ്മുടെ അടുക്കൽ, ലഅലിയുൻ, ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ, ഹക്കീം, വിജ്ഞാന സമ്പന്നവുമായ അവസ്ഥയിൽ നമ്മുടെ അടുക്കലുള്ളതാകുന്നു ഈ വിശുദ്ധ ഖുർആനിൻ്റെ മൂലഗ്രന്ഥം, അഥവാ അതിൻ്റെ തള്ളപ്പുസ്തകം. അപ്പോൾ ഈ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഈ വിശുദ്ധ ഖുർആൻ അതൊരു മൂലരേഖയിൽ ഉള്ളതാണ്. ആ മൂലരേഖയിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് കുറേശ്ശെയായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു നൽകിയതാണ്. ഇവിടെ മൂലഗ്രന്ഥം ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദ് ആണ് എന്ന് ഒട്ടുമിക്ക മുഫസ്സിറുകളും വിശദീകരിക്കുന്നു. ലൗഹ് എന്ന് പറഞ്ഞാൽ ഒരു ഫലകം എന്ന നമുക്ക് അർത്ഥം പറയാം.
മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെട്ട. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കപ്പെട്ട ഫലകം. അതൊരു ലൗഹ് ഫലകം എന്ന് പറയുമ്പം ഒരു വെറും സ്ലേറ്റായിട്ട് ഒരു മരത്തിൻ്റെ ഒരു കഷ്ണമായിട്ട് കരുതേണ്ടതില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം എത്രയോ മഹത്തായ ഒരു ഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ളത്. ഈ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് ഭൂമിയിലല്ല, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ, അത് ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയുള്ളതെന്ന് അതുപോലും നമുക്കറിയില്ല കേട്ടോ. ഈ പ്രപഞ്ചത്തെ പറ്റിയാണ് നമുക്കറിയില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് അതും നമുക്കറിഞ്ഞൂടാ. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ എന്തൊക്കെ നടക്കാനുണ്ട്, എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് വളരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് ഈ ലൗഹുൽ മഹ്ഫൂദ്. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണത്. മൊത്തത്തിലല്ല, ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ആ സൃഷ്ടിയിലുണ്ടാകുന്ന സംഭവങ്ങൾ മൊത്തത്തിലല്ല രേഖപ്പെടുത്തുന്നത്, വളരെ സൂക്ഷ്മമായി വിശദമായി. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ജനിക്കുന്നു എന്ന് വെക്കി. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത് ഏത് സെക്കൻഡിൽ, ഏത് മണിക്കൂർ, ഏത് ദിവസം, ഏത് മണിക്കൂറിൽ, ഏത് സെക്കൻഡിലാണ്, അതെവിടെ വെച്ചാണ് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ സെക്കൻഡിനേക്കാളും എത്രയോ കുറഞ്ഞ സമയത്തിൻ്റെ ഇടയിലും ആ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങളും ആ മനുഷ്യനിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളും കളിയും ചിരിയും കൈയിട്ടടിക്കുന്നതും കൈപൊക്കുന്നതും കാലിട്ടടിക്കുന്നതും തുടങ്ങി ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ മാത്രമേ പറയുന്നു കേട്ടോ, ഒരു മനുഷ്യൻ്റെത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവൻ്റെ ആയുസ് തീരുന്നത് വരെ, അഥവാ അവൻ മരണം പുലുകുന്നത് വരെ ആ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നു, എന്തൊക്കെ ആ ശരീരം ചെയ്യുന്നു, എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ കേൾക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം വിശദമായി സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെത് മാത്രം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കോടാനുകോടി ജീവജാലങ്ങൾ നമ്മൾ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതും, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി നക്ഷത്രഗോളങ്ങൾ നമ്മൾ അറിവിൽപ്പെട്ടതും അറിവിൽപ്പെടാത്തതും, ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തിന് എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം പ്രപഞ്ചങ്ങളുണ്ടോ, എത്രയൊക്കെ പ്രപഞ്ചങ്ങളുണ്ടോ അതൊക്കെയും, അവിടെയൊക്കെയും എത്രമാത്രം സൃഷ്ടിജാലങ്ങളുണ്ടോ അതൊക്കെയും, അള്ളാഹുവിൻ്റെ മലക്കുകൾ എത്രമാത്രമുണ്ടോ അവയെപ്പറ്റിയെല്ലാം, ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാം, അങ്ങനെ തുടങ്ങി എല്ലാം സൂക്ഷ്മമായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദ്, മൂലഗ്രന്ഥം അഥവാ മാതൃഗ്രന്ഥം. ആ മാതൃഗ്രന്ഥത്തിലുള്ളതാണ്, ആ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളത് തന്നെയാണ്, അഥവാ അള്ളാഹുവിങ്കൽ സൂക്ഷിക്കപ്പെട്ട ഫലകത്തിലുള്ളത് തന്നെയാകുന്നു വിശുദ്ധ ഖുർആൻ. അതിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു എത്തിച്ചു കൊടുത്തു. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഇബ്നു അബ്ബാസ് പറയുക, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കലമിനെയാണ്. കലം എന്ന് പറഞ്ഞാൽ പേന എന്ന് നമുക്ക് അർത്ഥം പറയാം, എഴുതുന്ന ഉപകരണം എന്ന് വെക്കാം. നമുക്ക് പേന എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പേനയായിട്ട് ആരും കരുതേണ്ടതില്ല. അത് എങ്ങനത്തതാണ്, അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൽ ഉപയോഗിക്കുന്ന മഷി എന്താണ്, ഇതെല്ലാം അള്ളാഹു ആലം. എങ്ങനെയാണ് അതുകൊണ്ട് എഴുതുന്നത്, അള്ളാഹു ആലം. ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കലമിനെയാണ്. ആ കലം അഥവാ പേന, ആ കലമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് കലമിനോട് അള്ളാഹു കൽപ്പിച്ചു, ഫഅമറഹു അൻ യക്തുബ മാ യുരീദു അൻ യഖ്ലുഖ. അള്ളാഹു എന്തെല്ലാം സൃഷ്ടിക്കാൻ പോകുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ അവയെപ്പറ്റിയുള്ള സർവ്വ വിവരങ്ങളും രേഖപ്പെടുത്താൻ ആ കലമിനോട് അള്ളാഹു കൽപ്പിച്ചു എന്ന ആ കലമ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദിലെ വിവരങ്ങളൊക്കെ. അന്ത്യദിനം വരെ സംഭവിക്കുന്ന സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാഫലകം, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ച് കണ്ടെത്താൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും മഹത്തരമായ ആ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളത് തന്നെയാകുന്നു വിശുദ്ധ ഖുർആൻ.
അവിടെ നിന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ വാനലോകത്തേക്ക് ഇറക്കിയെന്നും അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തു എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ മൂലഗ്രന്ഥത്തിൽ, അള്ളാഹുവിൻ്റെ മൂലഗ്രന്ഥത്തിൽ ഉള്ളത് തന്നെയാകുന്നു ഈ ഖുർആൻ. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു സംശയം, എന്തിനാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത്? അങ്ങനെയും മുഫസ്സിറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത്? അള്ളാഹുവിന് മറവിയുണ്ടാവില്ലല്ലോ, അള്ളാഹുവിന് അബദ്ധം സംഭവിക്കുകയില്ലല്ലോ. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതിലൊരിക്കലും തന്നെ അത് എപ്പോഴാണോ നടക്കേണ്ടത് ആ സമയത്ത് അത് നടക്കുക തന്നെ ചെയ്യുമല്ലോ. പിന്നെ എന്തിനാണ് ഇത്രയും കഴിവുള്ള അള്ളാഹു, മറവിയില്ലാത്ത, ഓർമ്മക്കുറവില്ലാത്ത, ഉറങ്ങാത്ത, അങ്ങനെ എല്ലാ കാര്യത്തെപ്പറ്റിയും സൂക്ഷ്മജ്ഞാനമുള്ള, ഏത് സമയത്ത് എന്താണോ നടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒന്നും തന്നെയും വിട്ടുപോകാത്ത വിധം കൃത്യമായിട്ട് അള്ളാഹു അവൻ്റെ അഫ്ആലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു, അവൻ പിന്നെന്തിനാണൊന്ന് രേഖപ്പെടുത്തുന്നത്? നമ്മളൊക്കെ ആണെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നത് മറന്നു പോകാതെക്കാനാണല്ലോ. ഇന്ന സമയത്ത് ചെയ്യാനുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നത് നമ്മൾ മറന്നു പോയേക്കും, അല്ലെ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നതും പിന്നീട് നമ്മളത് മറന്നു പോകും എന്നതുകൊണ്ടൊക്കെയാണ്. എന്നാൽ അതൊന്നുമില്ലാത്ത അള്ളാഹു എന്തിനാകുന്നു ഈ കാര്യങ്ങളൊക്കെയും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? അതിന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമാം റാസിയെ പോലെയുള്ള ഗവേഷകരായ അല്ലെങ്കിൽ തത്വജ്ഞാനികളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നു അള്ളാഹു നേരത്തെ. അള്ളാഹു അത് കലമിനോട് കൽപ്പിക്കുന്നു, കലം അത് രേഖപ്പെടുത്തി വെക്കുന്നു. എന്നിട്ട് ഓരോന്നും അത് നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ലോകത്തുണ്ടാകുന്ന സർവ്വ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് ഒരു കാര്യവും അതിൽ രേഖപ്പെടുത്തി വെച്ച എപ്പോൾ ഉണ്ടാകുമെന്നുള്ള ആ സമയത്തിൽ നിന്ന് ഒരല്പം പോലും നേരത്തെയോ അല്പമെങ്കിലും വൈകുകയോ ചെയ്യുന്നില്ല. കൃത്യമായിട്ട് അത് അതിൻ്റെ സമയത്ത് സംഭവിക്കുന്നു എന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുദ്റത്തും അള്ളാഹുവിൻ്റെ ഇറാദത്തും അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ അഫ്ആലുകളും എല്ലാം ഒന്നിച്ച് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. എവിടെയും ഒരു അവ്യക്തതകളോ എന്തെങ്കിലും ഒന്ന് വിട്ടുപോവുകയോ ഒന്ന് ആ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ സംഭവിക്കുകയോ ചെയ്യുന്നില്ല എന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ കമാലിയത്ത്, പൂർണ്ണത. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പൂർണ്ണതയെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതാണ് അതിൻ്റെ ഹിക്മത്ത്. എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ട് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. വല്ലാത്തൊരു ഹിക്മത്തിൻ്റെ ഉടയവനാണ് അള്ളാഹു, വല്ലാത്തൊരു ഹക്കീമാണ് അള്ളാഹു, വലിയ ഇൽമിൻ്റെ ഉടയവനാണ് അള്ളാഹു, വലിയ ഖുദ്റത്തിൻ്റെ ഉടയവനാണ് അള്ളാഹു, നിയന്ത്രണത്തിൻ്റെ അധിപനാണ് അള്ളാഹു എന്നൊക്കെ സൃഷ്ടിജാലങ്ങൾക്ക് പോലും ബോധ്യപ്പെടുന്നതിനും കൂടെ വേണ്ടി, പ്രത്യേകിച്ച് മലക്കുകൾ, അവർക്ക് ലൗഹുൽ മഹ്ഫൂദത്ത് അറിയുള്ളൂ, അതിൻ്റെ ഏൽപ്പിക്കപ്പെട്ടവർക്ക് അവർക്ക് പോലും ബോധ്യപ്പെടുക എന്ന ഒരു തത്വവും കൂടെ അതിലുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലാഹു അഅലം. അപ്പോൾ ഇവിടെ അള്ളാഹു ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഒരു 4 വിശേഷണങ്ങൾ ഒന്നിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൽ അറബി ഭാഷയിൽ എന്നുള്ളത് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്, ബാക്കിയുള്ളതാണ്. അറബി ഭാഷയിൽ എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിശേഷണം തന്നെയാണ്. തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് ഈ വിശുദ്ധ ഖുർആൻ എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ. അവിടെ ആ സംരക്ഷിക്കപ്പെടുന്നതിന് 4 വിശദീകരണങ്ങൾ അല്ല പറയാണ്, വിവരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശേഷണങ്ങൾ പറയാണ്. ഒന്ന്, അത് ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാകുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വലിയ സവിശേഷതയായിട്ടാണ് പറയുന്നത്. മൂലഗ്രന്ഥമായ ലൗഹുൽ മഹ്ഫൂദിൽ ഒരക്ഷരം പോലും വിട്ടുപോകാതെ, ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതാകുന്നു വിശുദ്ധ ഖുർആൻ. അതുമാത്രവുമല്ല, അത് ഏതു സമയത്ത് എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച് കിട്ടേണ്ടത് എന്ന് വരെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതിനെന്തെങ്കിലും അവതരണ പശ്ചാത്തലമുണ്ടെങ്കിൽ ആ പശ്ചാത്തലം വരെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത്ര സൂക്ഷ്മമായി രേഖപ്പെടുത്തി വെക്കുകയും എന്നിട്ട് അത്
വളരെ ആദരവോടുകൂടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമാകുന്നു ആ ഉമ്മുൽ കിതാബിലുള്ള ആ ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള ഒന്നാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. പിന്നെ മറ്റൊന്ന് പറയുന്നത് ലദൈനാണ്, നമ്മുടെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള, അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ സംരക്ഷണത്തിലുള്ള ആ ലൗഹുൽ മഹ്ഫൂദിലുള്ളത് തന്നെയാവുന്നു ഇത്. രണ്ടാമത്തതായി അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. മൂന്നാമത്തതിൽ അലിയുൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് അലിയാണ്, ഉന്നതമാകുന്നു, എല്ലാത്തിനേക്കാളും, സർവ്വ ഗ്രന്ഥങ്ങളെക്കാളും, ലോകത്ത് വിരചിതമാകുന്ന സർവ്വ ഗ്രന്ഥങ്ങളെക്കാളും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നു ഈ വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആശയത്തിലാവട്ടെ, അതിൻ്റെ മറ്റ് ഘടനയിലാവട്ടെ, എല്ലാം എല്ലാറ്റിനെയും എല്ലാ ഗ്രന്ഥത്തെയും വെല്ലുന്ന വിധത്തിൽ നിൽക്കുന്നു. അത് ഉന്നതമായ നിലവാരം പുലർത്തുന്നു. ആ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഏതെങ്കിലും ഒരു നന്മയല്ല എന്ന് തെളിയിക്കാൻ ലോകത്തിന് സാധ്യമായിട്ടില്ല, സാധ്യമാവുകയുമില്ല. അത്രയും ഉന്നതമാകുന്നു. വിശുദ്ധ ഖുർആൻ തിന്മയാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ലോകത്തിന് തിന്മയല്ല, അത് നന്മയാണ്, അത് നല്ലതാണ്, ഖുർആനിൽ തെറ്റ് സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് പറയാനും പ്രഖ്യാപിക്കാനോ തെളിയിക്കാനോ ലോകത്ത് ഇന്ന് വരെയും സാധിച്ചിട്ടില്ല, അതൊട്ട് സാധ്യവുമല്ല. അത്രയും ഉന്നതമായ നിലവാരത്തിലുള്ളതാകുന്നു വിശുദ്ധ ഖുർആൻ. പിന്നെ നാലാമത്തത് പറഞ്ഞിട്ടുള്ളത് അത് ഹക്കീമാകുന്നു, വിജ്ഞാന സമ്പന്നവുമാകുന്നു. എല്ലാ കാര്യങ്ങളും മുഹ്കമായിട്ട്, അതെല്ലാ മേഖലയിലും, സാഹിത്യപരമായിട്ടാവട്ടെ, ഘടനാപരമാവട്ടെ, ആശയപരമാവട്ടെ, എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും അത് വിജ്ഞാന സമ്പന്നമാവുന്നു. അവിടെയും പറയുന്നത് ഹക്കീമാണ്, എല്ലാം വ്യക്തമായി ബോധ്യപ്പെടുന്ന വിധത്തിലാകുന്നു അതിൻ്റെ ഘടനയും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇങ്ങനെ 4 വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്, അത് മൂലഗ്രന്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിയെ തട്ടിയുണർത്താൻ പര്യാപ്തമായ വിധത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെറിയ ആയത്തുകളിലൂടെ, മഹത്തരമായ ആശയങ്ങൾ, വലിയ വിവരണങ്ങൾ ചെറിയ ആയത്തിലൂടെ, വലിയ വലിയ വിഷയങ്ങൾ ചെറിയ ആയത്തുകളിലൂടെ വിശദീകരിച്ച ശേഷം അള്ളാഹുവിനൊരു ചോദ്യമുണ്ട്. അതെന്താണെന്നോ? അതാണ് 5-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുന്നത്. അഫനളിബു അൻകുമുദ്ദിക്റ സഫ്ഹൻ അൻകുന്തും ഖൗമൻ മുസ്രിഫീൻ. അള്ളാഹുവിൻ്റെ ചോദ്യ, അഫനളിബു അൻകും, നിങ്ങളിൽ നിന്ന് ഇത് വിട്ടുകളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോതാ? നിങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കിക്കളയും, വിട്ടുകളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അദ്ദിക്റ, ഈ ഉത്ബോധനത്തെ നിങ്ങളിൽ നിന്ന് വെറുതെ അങ്ങ് തട്ടിമാറ്റിക്കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഫ്ഹൻ, അവഗണിച്ചുകൊണ്ട്. അപ്പോൾ അവഗണിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനെ, ഈ ഉത്ബോധനം എന്ന വിശുദ്ധ ഖുർആനിനെ നിങ്ങളിൽ നിന്ന് അങ്ങ് തട്ടിക്കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻകുന്തും, നിങ്ങളായത് നിമിത്തം, ഖൗമൻ മുസ്രിഫീൻ, ഖൗമൻ ഒരു ജനതയായത് നിമിത്തം, മുസ്രിഫീൻ അതിര് കവിഞ്ഞ ഒരു ജനതയായതുകൊണ്ട്, അല്ലെങ്കിൽ അതിക്രമകാരികളായ ഒരു ജനതയായതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ ഖുർആൻ എന്ന ഈ ഉത്ബോധനത്തെ അങ്ങ് തട്ടി ഒഴിവാക്കി കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. എന്ത്? വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് അവതരിച്ച് കിട്ടിയ ആദ്യ സമയത്ത് അത് ഉൾക്കൊള്ളാൻ, അതിനെ പുൽകാൻ, അതിനെ സ്വീകരിക്കാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അള്ളാഹുവിൻ്റെ റസൂലിന് ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പിൽക്കാലത്ത് അതിങ്ങനെ അയവിറക്കാറുണ്ട്. ലോകം മുഴുവനും എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ സത്യമാക്കിയത് എൻ്റെ ഖദീജയാണ്. എന്നെ സത്യമാക്കിയത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൂതനാണ് ഞാനെന്നും, എനിക്ക് കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനാണ് എന്നും എന്നെ സത്യമാക്കിയത്, അംഗീകരിച്ചത്, വിശ്വസിച്ചത് എൻ്റെ ഖദീജ റളിയല്ലാഹു തആല അൻഹ മാത്രമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പ്രവാചക പത്നിയുടെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവിയുടെ വഫാത്തിൻ്റെ ശേഷം അയവിറക്കിയിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം താങ്ങും തണലുമായിരുന്നത് ഈ തൻ്റെ ഭാര്യ ആയിഷ ഖദീജ ബീവി മാത്രം. പിന്നെയാണ് ഓരോരുത്തരായിട്ട് അങ്ങനെ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായത്. മഹാഭൂരിഭാഗവും ആദ്യകാലത്ത് ഇസ്ലാമിനെ ഖുർആനിനെ തള്ളിക്കളയുകയായിരുന്നു. ഇത് ഖുർആനാണ്, അള്ളാഹിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമായിരുന്നില്ല. ഏതൊക്കെ കവികൾ കെട്ടിയുണ്ടാക്കിയ കവിതയാണ് പാരായണം ചെയ്യുന്നത് നീ എന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതല്ല എന്ന് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഒക്കെ തട്ടിക്കളഞ്ഞിരിക്കുക, ഖുർആനെ തട്ടിക്കളഞ്ഞിരിക്കുക. അപ്പം നിങ്ങളിങ്ങനെ അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചത് കാരണം ഏതായാലും നിങ്ങളിത് ഉൾക്കൊള്ളൂല, എന്നാൽ പിന്നെ നിങ്ങൾക്കിത് വേണ്ട, നിങ്ങൾക്കിത് തരുന്നില്ല, ഇനി മേലിൽ നിങ്ങളോട് ഖുർആൻ അവതരിക്കുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുന്നില്ല എന്ന് നമ്മൾ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന അള്ളാഹിൻ്റെ ചോദ്യം വീണ്ടും അള്ളാഹു ആവർത്തിച്ച് കേൾപ്പിച്ചു. ആയത്തുകൾ അടിക്കടി വീണ്ടും വന്നു, സൂറത്തുകൾ വീണ്ടും അവതരിച്ചു. വീണ്ടും അള്ളാഹുവിൻ്റെ റസൂല് ആ ചെവിയിലേക്ക് തന്നെ, തട്ടിക്കളഞ്ഞ ചെവിയിലേക്ക് തന്നെ വീണ്ടും ചെന്ന് പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങാടിയിൽ ചെന്ന്, പാടത്ത് ചെന്ന്, പണിയെടുക്കുന്നവരുടെ അടുത്ത് ചെന്ന്, അടിമകളുടെ അടുക്കൽ ചെന്ന്, ഉടമകളുടെ അടുക്കൽ ചെന്ന്, അങ്ങനെ എല്ലാവരുടെയും അടുക്കൽ ചെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഓതി കേൾപ്പിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. അത് മെല്ലെ ഓരോരുത്തരുടെ ചെവിയിൽ അല്പാൽപമായി പതിഞ്ഞ് ചിലരൊക്കെ അങ്ങനെ മെല്ലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കഷ്ടപ്പാടുകളും ത്യാഗവും ബുദ്ധിമുട്ടുകളും അതിക്രമങ്ങളും അക്രമങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിലയുറപ്പിച്ചു. പിൽക്കാലത്ത് അത് പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷമല്ല, അതിനേക്കാളും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം കോടാനുകോടി മനുഷ്യരിലേക്ക് ലോകത്തിൻ്റെ സർവ്വഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിച്ചു പോയി ഇസ്ലാം. അല്ലേ? അതാ അള്ളാഹ് പറയുന്നത്. നിങ്ങളിങ്ങനെ ഇതിനെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് ഖുർആനെ, അതിക്രമകാരികളായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇനി മതി, ഇനി ഇവരോട് വേണ്ട, നിങ്ങൾക്കിനി വേണ്ട എന്ന് വിചാരിച്ച് ഇതങ്ങ് നിർത്തിവെക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് അനുസ്യൂതം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അവഗണിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇത് ഒഴിവാക്കി കളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അൻകുംതും ഖൗമൻ മുസ്രിഫീൻ, നിങ്ങൾ അതിര് കവിഞ്ഞ ഒരു ജനതയാണ് എന്ന കാരണത്താൽ ഇനി കാര്യമല്ല എന്ന് പറഞ്ഞത് നിർത്തിവെക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ 5 ആയത്തുകൾ ശരിക്കും ഉൾക്കൊള്ളുക. വലിയ അർത്ഥഗർഭമായ ആയത്തുകളാണിത് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് പഠിക്കാനുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിച്ച് ഖുർആനിലൂടെ ഉയർന്ന് ഖുർആനിലൂടെ വിജയം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.